ഏറ്റവും കഠിനമായതും മനസ്സിനെ നോവിക്കുന്നതുമായ ഒരു തീരുമാനമാണെങ്കിൽ പോലും നിങ്ങളെ വഞ്ചിച്ച ഒരാളുടെ കൂടെ ഇനി അങ്ങോട്ട് ജീവിതം സാധ്യമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങളെ വഞ്ചിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന നിമിഷത്തേക്കാൾ വേദനാജനകമായ മറ്റൊരു കാര്യവും ഈ ലോകത്തില്ല. ദേഷ്യവും നഷ്ടബോധവും വെറുപ്പും എല്ലാം കൂടിച്ചേർന്ന സമ്മിശ്ര വികാരം ആ സമയം നിങ്ങളുടെ മനസ്സിലുടനീളം കടന്നു പോകുന്നുണ്ടാകും. ഇത്രയധികം സ്നേഹിച്ചിട്ടും എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്തത്? അവർ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ ഇനിയും അവരെ സ്നേഹിക്കണമോ? ഇനി ഞാൻ എന്തു ചെയ്യണം? എന്നീ തുടങ്ങിയ ഉത്തരമില്ലാത്ത ഒട്ടനവധി ചോദ്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാകും. സ്നേഹിച്ചയാൾ നിങ്ങളെ വഞ്ചിച്ചാൽ, വഞ്ചിക്കപ്പെടേണ്ടി വന്ന ഓരോ വ്യക്തിയെയും സംബന്ധിച്ച് ബന്ധങ്ങളിൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾ വ്യത്യസ്തമാകും. നിങ്ങളുടെ ജീവിതത്തിൽ അത്രമാത്രം വേദന നൽകിയ ഒരാളെ ഇനി മുന്നോട്ട് ഉള്ള യാത്രയിൽ കൂടെ കൂട്ടണോ എന്ന് തീരുമാനിക്കേണ്ട ഘട്ടം അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രതിബന്ധമായി വന്നു നിൽക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ബന്ധം അവസാനിപ്പിക്കുന്നതിനെ പറ്റിയല്ലാതെ മറ്റൊരു തീരുമാനമെടുക്കാൻ ഭൂരിഭാഗം ആളുകൾക്കും കഴിയില്ല. അങ്ങനെ വേർപിരിയുന്നത് അനിവാര്യമാണ് എന്ന തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം അതുമായി മുന്നോട്ട് പോകുക എന്നതാണ് ചെയ്യേണ്ടത്. നിങ്ങളെ വഞ്ചിച്ച ഒരാളെങ്കിൽ കൂടി ഇത്രനാൾ സ്നേഹിച്ച ഒരാളെ പിരിയുന്നത് അത്ര എളുപ്പമായ ഒരു കാര്യമല്ലായിരിക്കാം. എന്നാൽ പോലും വേർപിരിയൽ അനിവാര്യമായത് ആണെന്ന് തിരിച്ചറിയുക. വേർപിരിയലിനു ശേഷം മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതഘട്ടങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന വേദനകളെല്ലാം വീണ്ടും നിങ്ങളുടെ മുൻഗാമിയിലേക്ക് തന്നെ തിരികെ പോകാൻ നിങ്ങളെ പ്രേരിപ്പിച്ചേക്കാം. എന്നാൽ ഔചിത്യമാർന്ന മനോഭാവത്തോടും വളരെയധികം ക്ഷമയോടുകൂടിയും മുന്നോട്ടു പോകുകയാണെങ്കിൽ വിഷമകരമായ ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും. എന്നാൽ നഷ്ടബോധത്തിന്റെ ഈ അവസ്ഥയിൽ നിങ്ങൾ തിരിച്ചറിയേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട്. അവ ഇവയാണ്. 1. സ്വയം കുറ്റപ്പെടുത്താതെ ഇരിക്കുക. വിശ്വാസമില്ലായ്മയ്ക്ക് ഒരാളുടെ ആത്മവിശ്വാസത്തെ പോലും ദുർബലപ്പെടുത്താനുള്ള ശക്തിയുണ്ട്. വഞ്ചിക്കപ്പെട്ട ഒരാൾ എന്ന നിലയിൽ തന്റെ പങ്കാളിയുടെ വിശ്വാസമില്ലായ്മയ്ക്ക് കാരണം തന്റെ സ്വന്തം അപര്യാപ്തതകളും പോരായ്മകളും മാത്രമാണെന്ന് ചിലർ സ്വയമേ കരുതി ഉറപ്പിക്കുന്നു. വഞ്ചന എന്നത് പല സാഹചര്യങ്ങളിലും നിങ്ങളുടെ പങ്കാളിയുടെ ഭാഗത്തു നിന്നുള്ള മോശം ആശയവിനിമയത്തിന്റെ പ്രതിഫലനമാവാം. പ്രണയത്തിലായാലും ദാമ്പത്യത്തിലായാലും ജീവിത ബന്ധങ്ങളിൽ അസംതൃപ്തികൾ ഉണ്ടാകുന്നത് തികച്ചും ന്യായമാണ്. എന്നാൽ അത്തരം വികാരങ്ങളെല്ലാം തന്നെ അവരുടെ പങ്കാളിയുമായി ആശയവിനിമയം നടത്തുകയും തുറന്നു പറയുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അത് ബന്ധങ്ങളിൽ വിള്ളലുകൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ഉത്തമ പങ്കാളികളാണെങ്കിൽ പോലും ആർക്കും ആരുടെയും മനസ്സ് പൂർണ്ണമായി വായിച്ചെടുക്കാനുള്ള കഴിവില്ല. പങ്കാളികൾ തമ്മിൽ ആശയവിനിമയം നടത്തുകയും അവരുടെ കാഴ്ചപ്പാടുകളെ പറ്റി തുറന്നു പറയുകയും ചെയ്തില്ലെങ്കിൽ അത് വഞ്ചനയ്ക്ക് സമമാണ്. പരസ്പരം അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് വഞ്ചിക്കാൻ അവസരമുണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നല്ല രീതിയിൽ ബന്ധം അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ്. 2. പിന്തിരിഞ്ഞു നിൽക്കുക. വേർപിരിയലിന്റെ സാഹചര്യത്തിൽ പിന്തിരിയുക എന്ന പ്രവൃത്തി എല്ലാവരും വ്യത്യസ്തമായ രീതിയിലാണ് തിരഞ്ഞെടുക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും ബന്ധത്തിൽ നിന്നുള്ള സ്വയം പിന്തിരിയൽ പ്രവൃത്തി നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. വാസ്തവത്തിൽ സംഭവിച്ചതിന് പിറകെ പോകുന്നതും അതിനെ വീണ്ടും പിടിക്കാൻ തുനിഞ്ഞിറങ്ങുന്നതും എല്ലാം നിങ്ങളുടെ നിയന്ത്രണം, ഉറപ്പ്, വിവേകം എന്നിവയ്ക്ക് മങ്ങലേൽപ്പിക്കും. വഞ്ചിച്ച വ്യക്തിയെ ചുറ്റിപ്പറ്റിയുള്ള നിങ്ങളുടെ അന്വേഷണാത്മക ക്രോധ മനോഭാവങ്ങളെല്ലാം നിങ്ങളെ അതേ വിഷമഘട്ടത്തിൽ തന്നെ വീണ്ടും തളച്ചിടുകയുള്ളൂ. ഇക്കാര്യത്തെ ഓർത്ത് കൂടുതൽ വിഷമിക്കുന്നതിന് പകരം നിങ്ങൾക്കുള്ളിൽ തന്നെയുള്ള വ്യക്തിത്വത്തെ നിങ്ങൾ തന്നെ പിടിക്കേണ്ടതുണ്ട്. നിങ്ങളെ വഞ്ചിച്ചയാളുടെ പുറകെ പോകാതെ നിങ്ങളുടെ വഴിക്കാണ് നിങ്ങൾ പോകേണ്ടത്. 3. ആരാണ് വഞ്ചിച്ചത് അവരുമായി ഒരു സമ്പർക്കവും പുലർത്തരുത്. ബന്ധങ്ങളുടെ വാതിലുകൾ ഒരിക്കൽ കൊട്ടിയടച്ചു കഴിഞ്ഞാൽ കുറച്ചു നാളത്തേക്ക്
പഴയ പങ്കാളിയുമായി സമ്പർക്കം പുലർത്താതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ മുൻ പങ്കാളിയെ കുറഞ്ഞത് 90 ദിവസത്തേക്കെങ്കിലും കാണാതിരിക്കാനുള്ള വ്യക്തമായ പദ്ധതി രൂപീകരിക്കുക. കഴിയുമെങ്കിൽ ഒരു യാത്രയോ അല്ലെങ്കിൽ കുറച്ചുനാൾ അകന്നു നിൽക്കുകയോ പ്ലാൻ ചെയ്യാം. ഇത്തരമൊരു പ്രവൃത്തി ചെയ്യുന്നത് മൂലം നിങ്ങൾ അവരുമായുള്ള ബന്ധത്തിനെ പൂർണ്ണമായും അവസാനിപ്പിച്ചു എന്ന സന്ദേശം അവർക്ക് നിങ്ങൾ നൽകുകയും ചെയ്യുന്നു. നിങ്ങൾക്കുണ്ടായ മുറിവുകളെ സ്വാന്തനപ്പെടുത്തി മുന്നോട്ടു പോകാനുള്ള സമയം കൂടി ലഭിക്കുകയാണിത്. സോഷ്യൽ മീഡിയയിൽ പോലും അവരെ പിന്തുടരാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നിടത്തോളം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സുരക്ഷിതമായ അകലം പാലിക്കാൻ ശ്രമിക്കണം. ഇത്തരമൊരു കാര്യം പലർക്കും പാലിക്കാൻ പ്രയാസകരമായ ഒരു നടപടിയാകാം. എങ്കിലും നിങ്ങളുടെ മുറിവുകളെ സാന്ത്വനപ്പെടുത്തുന്നതിന് ഇത് കൂടുതൽ സഹായിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. 4. നിങ്ങൾക്കുണ്ടായ ദുഃഖത്തെ നേരിടാൻ നിങ്ങൾ തന്നെ സമയം നൽകുക. ജീവിതത്തിൽ നിന്ന് നിങ്ങളെ അത്രയധികം സ്നേഹിച്ച ഒരാളെ ഒഴിവാക്കുക എന്നത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. നിങ്ങൾ പങ്കാളിയോടൊപ്പം ആദ്യമായി ചുംബിച്ച, അവരോടൊപ്പം ഒരുമിച്ച് നടന്ന പാർക്ക്, അല്ലെങ്കിൽ ഒരുമിച്ച് ചെലവഴിച്ച നല്ല സമയങ്ങൾ, പങ്കാളിയുടെ തിളങ്ങുന്ന കണ്ണുകൾ, ഇങ്ങനെയുള്ള ഓർമ്മകളെല്ലാം എല്ലായ്പ്പോഴും നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരും. ഇത്തരം ഓർമ്മകളെ നിങ്ങൾക്കൊരിക്കലും മായ്ച്ചു കളയാനാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുണ്ടായ നഷ്ടത്തിൽ വിലപിക്കാനോ മുറിവുണക്കാനോ സ്വയം സമയം അനുവദിക്കുക. സമയം അത് എല്ലാ മുറിവുകളെയും താനേ ഉണക്കും. എന്നാൽ ഒറ്റ രാത്രികൾ കൊണ്ട് വേദനകൾ മുഴുവനും അപ്രത്യക്ഷമാകുമെന്ന് പ്രതീക്ഷിക്കരുത്. ശുഭാപ്തി വിശ്വാസവും നീണ്ട ക്ഷമയുമെല്ലാം ദുഃഖത്തെ മറികടക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. വേദനകൾ പലപ്പോഴും നിങ്ങളെ നിഷാദഭാവത്തിൽ നിന്നും വിഷാദഭാവത്തിലേക്ക് നയിച്ചേക്കാം. അതിനാൽ നിങ്ങളുടെ മുറിവുണങ്ങാൻ എത്ര സമയമെടുത്താലും സ്വയം ക്ഷമയോടും ദയയോടും കൂടി പെരുമാറുക. 5. പോകുന്നവർ പോകട്ടെ എന്ന തീരുമാനം. സ്നേഹബന്ധത്തിന്റെ ദൈർഘ്യം, അവിശ്വാസത്തിന്റെ കാരണങ്ങൾ എന്നിവയെ ആശ്രയിച്ച് വിലാപനാളുകളുടെ കാലയളവ് ഗണ്യമായി വ്യത്യാസപ്പെടാം. കാലം കടന്നു പോകുന്നതിന് അനുസരിച്ച് നിങ്ങൾക്കുണ്ടായ മുറിവുകൾ ഉണങ്ങുകയും വേദനകൾ കുറയുകയും പങ്കാളിയോട് ക്ഷമിക്കുവാനുള്ള മനസ്സുണ്ടാവുകയും ചെയ്യുന്നു. ഒരുപക്ഷെ പൂർണ്ണമായും ക്ഷമിക്കാൻ ആകില്ലെങ്കിൽ കൂടി നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം സമചിത്തതയോടെയും സമാധാനത്തോടെയും നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കാനാവും. പങ്കാളിയോട് ക്ഷമിക്കുക എന്നതിനർത്ഥം വീണ്ടും ഒരുമിച്ചു ചേരുക എന്നതല്ല. എത്ര ശ്രമിച്ചാലും ഒന്നും പഴയപടിയാകില്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയും ജീവിതത്തിൽ മുന്നോട്ടിനി എന്ത് ചെയ്യണമെന്നുള്ള ബോധം നിങ്ങളിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാവുകയും വേണം. 6. തിരിഞ്ഞു നോക്കാതെ മുന്നോട്ടു പോകുക. ഉണ്ടായ വേദനകളിൽ നിന്നും നിങ്ങൾ സ്വയം സുഖപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയാൽ പിന്നീട് അങ്ങോട്ട് സ്വയം നിയന്ത്രിക്കാൻ തീവ്രമായി ശ്രമിക്കേണ്ടതുണ്ട്. നിങ്ങളെ വഞ്ചിച്ച വ്യക്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പരിശോധിക്കുവാനും കൂടുതൽ കാര്യങ്ങൾ അറിയുവാനും നിങ്ങൾക്ക് പ്രലോഭനം തോന്നിയേക്കാം. എന്നാൽ ആ പ്രേരണയെ ചെറുക്കാൻ ശ്രമിക്കുക. കാര്യങ്ങളെല്ലാം ഒരിക്കൽ സംഭവിച്ചു കഴിഞ്ഞതാണ്. നിങ്ങൾ എത്ര തന്നെ ശ്രമിച്ചാലും അതിനെ യാതൊരു രീതിയിലും മാറ്റാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് തിരിച്ചറിയുക. സ്വയം വഞ്ചിക്കപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന തോന്നൽ ഉളവാക്കുന്ന ഇത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ മനസ്സിനെ മുറുകി പിടിച്ചുകൊണ്ട് മുന്നോട്ട് ചുവടുകൾ വെക്കേണ്ടത് അനിവാര്യമാണ്. ഇത്തരമൊരു നിമിഷത്തിൽ നിങ്ങൾ എത്രമാത്രം അസ്വസ്ഥനാണെങ്കിലും ഒരിക്കൽ നിങ്ങളുടെ മനസ്സിലെ മുറിവുകളെയെല്ലാം പൂർണ്ണമായും മായ്ച്ചു കളയാൻ കഴിയില്ലെങ്കിലും നിങ്ങൾക്കൊരിക്കൽ വീണ്ടും സ്നേഹത്തെ അനുഭവിക്കാൻ കഴിയും എന്ന് തിരിച്ചറിയുക. കാരണം ജീവിതം എന്നത് വീണ്ടും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും വേണ്ടിയുള്ളതാണ്. ഇത് ഒരിക്കലും മറക്കരുത്. നമസ്കാരം സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.